Weaker Education Solutions. പാരാമെഡിക്കൽ സ്ട്രീമിൽ റെയർ കോഴ്സുകൾ തേടിപ്പോകുന്ന വിദ്യാർത്ഥികൾ ചെന്നെത്തിപ്പെടുന്നത് പെർഫ്യൂഷൻ ടെക്നോളജി എന്നുള്ള കോഴ്സിലാണ്. എന്താണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ആരാണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്? ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വിക എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ഈ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ഹാർട്ട് സർജറി നടക്കുകയാണ്. ഒരു പേഷ്യൻ്റ് ഹാർട്ട് സർജറിക്കായിട്ട് ടേബിളിൽ കിടത്തിയിരിക്കുകയാണ്. അനസ്തേഷ്യയൊക്കെ കൊടുത്ത് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഹാർട്ടിലോട്ട് പോകുന്ന ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് അതിൽ വരുന്ന pH ലെവൽ, അതായത് ബ്ലഡിൽ വരുന്ന pH ലെവൽ, ടെമ്പറേച്ചർ ലെവൽ, ദെൻ ആസിഡ് ലെവൽ, ACT ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ പ്രോപ്പർ ആണോ എന്ന് മോണിറ്റർ ചെയ്യാനും, അതിനോടൊപ്പം ഈ ഒരു പേഷ്യൻ്റ് അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് സർജറിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ട് സർജറി നടക്കുന്ന ടൈം ഹാർട്ടും അതിനോടൊപ്പം ലങ്സും മെഷീൻ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിങ്ങിന് ഡോക്ടറിനോടൊപ്പം നിന്ന് തന്നെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്. അപ്പൊ എന്താണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. 3 വർഷ ക്ലാസ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. കേരളത്തിനകത്താണ് ഈ ഒരു കോഴ്സ് നോക്കുന്നതെങ്കിൽ LBS ത്രൂ ആണ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. വളരെ സീറ്റ് എണ്ണം കുറവാണ് കേരളത്തിനകത്ത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കോളേജസ് നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിനകത്ത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ കേരളത്തിന് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്? നമ്മൾ പഠിക്കുന്ന കോളേജ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന കോളേജിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. അത്യാവശ്യം സർജറീസ് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ സ്കോപ്പ് എങ്ങനെയാണ്? എല്ലാവർക്കും ഡൗട്ട് ആണല്ലേ. കാരണം ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ റെയർ കോഴ്സ് ആണല്ലോ, അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഏതൊരു സ്റ്റുഡൻറ്റിനും ഉണ്ടാവും. 100% ജോലി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ്. കാരണം ഈ ഒരു കോഴ്സിന്റെ സീറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറവാണ്. അപ്പൊ അത് കാരണം തന്നെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ജോലി സാധ്യത ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സാലറി വൈസ് നോക്കുകയാണെങ്കിൽ പാരാമെഡിക്കലിൽ മറ്റേതൊരു കോഴ്സിനേക്കാളും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ തന്നെയാണ് പെർഫ്യൂഷൻ ടെക്നോളജി. പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ജോബ് പൊസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ മേഖലകളിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും? പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പീഡിയാട്രിക് പെർഫ്യൂഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാർഡിയാക് പെർഫ്യൂഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോഡർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടീച്ചിങ് ഫീൽഡിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കാർഡിയാക് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി എവിടെയൊക്കെ വർക്ക് ചെയ്യാം? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നിങ്ങൾക്ക് കാത്ത് ലാബുകളിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിസർച്ച് മേഖലകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോ വിദ്യാർത്ഥികളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലാണോ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു ആ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. പെർഫ്യൂഷൻ ടെക്നോളജിക്കകത്ത് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ നമുക്ക് 4 സബ്ജക്റ്റ് ആണ് വരുന്നത്. ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി. ഈ 4 സബ്ജക്റ്റും അതിനോടൊപ്പം
പ്രാക്ടിക്കൽസും വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്ക് അപ്ലൈഡ് പാത്തോളജി, അപ്ലൈഡ് മൈക്രോബയോളജി, അപ്ലൈഡ് ഫാർമക്കോളജി, ഇൻട്രൊഡക്ഷൻ ടു പെർഫ്യൂഷൻ ടെക്നോളജി, ഈ 4 സബ്ജക്റ്റുമാണ് സെക്കൻഡ് ഇയർ വരുന്നത്. അതിനോടൊപ്പം പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് ഇയർ വരുമ്പോഴത്തേക്ക് അപ്ലൈഡ് പെർഫ്യൂഷൻ ടെക്നോളജി, അഡ്വാൻസ്ഡ് പെർഫ്യൂഷൻ ടെക്നോളജി, ഈ 2 സബ്ജക്ട്സുമാണ് നമുക്ക് തേർഡ് ഇയർ വരുന്നത്. അതിനോടൊപ്പം ക്ലിനിക്കൽസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പിലോട്ട് കടക്കുന്നത്. ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് എബ്രോഡ് പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് 2 വർഷമോ 3 വർഷമോ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണോ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ കൺട്രിയുടെ ലൈസൻസിങ് എക്സാം എഴുതിയതിനു ശേഷം ആ ഒരു കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെർഫ്യൂഷൻ ടെക്നോളജിക്കകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.